share screen. Start. Okay, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട്സ് ആണ്. ഓക്കെ, അപ്പം ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ആദ്യം അനാട്ടമി ചെറുതായിട്ടൊന്ന് നോക്കേണ്ടി വരും. അപ്പം ഏട്രിയൽ സെപ്റ്റം അതെന്ന് പറയുമ്പോൾ ഇറ്റ് സെപ്പറേറ്റ്സ് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം ഓഫ് ദ ഹാർട്ട്. അപ്പം അതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിയുടെ ഹാർട്ടിൽ ഒരു ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ അപ്പർ ചേമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു ഓപ്പണിംഗ് ആണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് ഈ ഏട്രിയൽ സെപ്റ്റലിൻ്റെ ഡെവലപ്മെന്റ് നമുക്ക് ആദ്യം നോക്കേണ്ടി വരും. അപ്പം ഹാർട്ടിന്റെ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കിനും ഏട്രിയൽ സെപ്റ്റത്തിന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സെപ്റ്റം പ്രൈമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടിഷ്യൂ ഗ്രോത്ത് വെച്ചിട്ടാണ്. അപ്പം ഇതിൽ കാണുന്നുണ്ടോ? ഓക്കെ, ഇനീഷ്യൽ ഫേസിന്റെ അത് സെപ്റ്റം പ്രൈമം, ഈ ഡാർക്ക് പിങ്ക് കളറിൽ സെപ്റ്റം പ്രൈമം താഴോട്ട് വളരുന്നതായിട്ട്. ഓക്കെ, ഇത് താഴോട്ട് ഗ്രോ ചെയ്ത് സ്ലോലി എന്താണ് രണ്ട് ചേംബറിനെയും അത് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, രണ്ട് ചേംബറിനെയും അത് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഇത് താഴെ വരെ എന്താണ് ഇതില് ഗ്യാപ്സ് ചിലപ്പോൾ ഉണ്ടാവാം. ഒന്നെന്ന് പറയുന്നത് ഓസ്റ്റിയം പ്രൈമം. ഓസ്റ്റിയം പ്രൈമം എന്ന് പറയുന്നത് ലോവർ പാർട്ട് ഉണ്ടല്ലോ, ഈ താഴെ കാണിക്കുന്നത് എൻഡോകാർഡിയൽ കുഷൻ ആണ്. അതാണ് താഴേക്ക് വെൻട്രിക്കുലർ സെപ്റ്റമായിട്ട് താഴോട്ട് പോകുന്നത്. ഓക്കെ, അപ്പം വെൻട്രിക്കുലർ സെപ്റ്റം മേളിൽ ഏട്രിയൽ സെപ്റ്റം. അപ്പം ഈ താഴെ ഈ എൻഡോകാർഡിയൽ കുഷനിലോട്ട് വന്നിട്ട് ജോയിൻ ചെയ്യണം. ഓക്കെ, അതിന് പകരം ഇവിടെ നമുക്കിപ്പം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അങ്ങോട്ട് നടക്കണമല്ലോ. കുട്ടി ഇൻട്രൈട്രൈൻ ആയിട്ടിരിക്കുമ്പോൾ റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് പോകണമല്ലോ. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ സമയത്ത് ജോയിൻ ആവാതെ അപ്പം അതിന് വേണ്ടിയിട്ട് ഓസ്റ്റിയം പ്രൈമം എന്ന് പറഞ്ഞ ഒരു ഹോള് അവിടെ നിൽക്കും. അപ്പം ഓസ്റ്റിയം പ്രൈമം എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്പണിംഗ് ആണ്. അപ്പം അത് എന്താ സാധാരണ സെപ്റ്റം പ്രൈമം എൻഡോകാർഡിയൽ കുഷനുമായിട്ട് ഫ്യൂസ് ചെയ്ത ഗ്യാപ്പ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യും. ഓക്കെ, അതിലുണ്ടാവുന്ന ഒരു ഹോളാണ് ഓസ്റ്റിയം പ്രൈമം. ഓക്കെ, സെപ്റ്റം പ്രൈമത്തിൽ ഉണ്ടാവുന്ന ഹോളാണ് ഓസ്റ്റിയം പ്രൈമം. ഓക്കെ, ഇനി ഓസ്റ്റിയം സെക്കൻഡം എന്ന് പറയുന്നത് ഈ ഒരു ഹോൾ അപ്പയർ ചെയ്യുന്നത് അപ്പർ ഏരിയയിലാണ്. സെപ്റ്റം പ്രൈമത്തിന്റെ അപ്പർ ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു ഹോളാണ് ഓസ്റ്റിയം സെക്കൻഡം. ഇതൊക്കെ കുട്ടിക്ക് ഇൻട്രായൂട്രൈൻ ടൈമിൽ ബ്ലഡ് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഓസ്റ്റിയം സെക്കൻഡം. ഓക്കെ, ഓസ്റ്റിയം പ്രൈമത്തിന്റെ അകത്ത് അപ്പം രണ്ട് ഹോൾസ് വന്നു. ഫസ്റ്റ് സെപ്റ്റം പ്രൈമത്തിന്റെ അകത്ത് രണ്ട് ഹോൾസ്, ഓസ്റ്റിയം പ്രൈമോ ഓസ്റ്റിയം സെക്കൻഡോ. ഓക്കെ, നൗ ഇതിനെ ഒരു കേർട്ടൻ ആയിട്ട് കവർ ചെയ്യുന്നതായിട്ട് ഒരു സെക്കൻഡ് ആയിട്ട് രണ്ടാമത് വേറൊരു സെപ്റ്റം വരും. ഓക്കെ, അതാണ് എന്താ സെപ്റ്റം സെക്കൻഡം. ഓക്കെ, ഈ രണ്ടാമതൊരു ഈ കേർട്ടൻ പോലെ ഇതിനെ കവർ ചെയ്ത് വരുന്ന കണ്ടോ ഈ സെക്കൻഡ് ഫേസിൽ തന്നെ, സെപ്റ്റം സെക്കൻഡം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ഡാർക്ക് പിങ്ക് കളറിന്റെ ഫ്രണ്ടിലായിട്ട് ലൈറ്റ് ആയിട്ട് വരുന്ന ഇതാണ് സെപ്റ്റം സെക്കൻഡം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, ഈ സെപ്റ്റം സെക്കൻഡം എന്ന് പറയുന്നത് അതും താഴോട്ട് ഗ്രോ ചെയ്യും. ഒരു സെപ്റ്റം പ്രൈമത്തിനെ ഒരു കേർട്ടൻ പോലെ കവർ ചെയ്യും. ഈ ഓസ്റ്റിയം സെക്കൻഡത്തിനെയും ഒരു കേർട്ടൻ പോലെ അത് കവർ ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് കംപ്ലീറ്റ്ലി താഴേക്ക് എത്തത്തില്ല. എന്ന് വെച്ചാൽ ഈ എൻഡോകാർഡിയൽ കുഷനും നിന്ന് മേളിലോട്ടൊരു ഗ്രോത്ത് ഉണ്ടാവും. എന്നിട്ട് അത് താഴ്ഭാഗത്തായിട്ട് ഒരു ഹോള് പെർസിസ്റ്റ് ചെയ്യും. അതിനെയാണ് നമ്മുടെ ഫൊറാമൻ ഒവേൽ എന്ന് പറയുന്നത്. ഓക്കെ, ഓസ്റ്റിയം സെക്കൻഡം ഒരു കേർട്ടൻ പോലെ ഗ്രോ ചെയ്യും ആൻഡ് ലീവിങ് എ സ്മോൾ ഹോൾ കോൾഡ് ഫൊറാമൻ ഒവേൽ. ആ ഒരു ഹോളാണ് നമ്മുടെ ഫൊറാമൻ ഒവേൽ എന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ നമ്മുടെ ഫൊറാമൻ ഒവേല് വഴി ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് കയറിയിട്ട് അത് എന്താണ് നമ്മുടെ ഓസ്റ്റിയം സെക്കൻഡം വഴി റൈറ്റ് ഏട്രിയത്തിലോട്ട് പോകും. ഓക്കെ, അപ്പം ഇതൊരു വാൽവ് പോലെ ആക്ട് ചെയ്യും. ഒരു ഓപ്പണിങ് താഴ്ഭാഗത്തും ഒരു ഓപ്പണിങ് മേൽഭാഗത്തും ഒക്കെ ആയിട്ട് ഒരു വാൽവ് പോലെ അത് ആക്ട് ചെയ്യും. ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് ഏട്രിയത്തിലോട്ട് മാത്രമായിട്ട് പോവുകയും ചെയ്യും ഇൻട്രായൂട്രൈൻ ലൈഫിൽ കുഞ്ഞിന്. അപ്പം ഇതിന്റെ ബ്ലഡ് ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്
നമ്മുടെ അംബലിക്കൽ വെയിൻ, ഇൻട്രായൂട്രൈൻ ലൈഫിൽ അംബലിക്കൽ വെയിനിൽ നിന്നും റൈറ്റ് ഏട്രിയത്തിലോട്ട് പോകുന്നു. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് പോയി പിന്നെ അത് കുട്ടിയുടെ ബോഡിയിൽ സപ്ലൈ ചെയ്യുന്നു. ഇതാണ് ഒരു എന്താ പറയാ ഫൈനലായിട്ട് ഓരോ ബ്ലഡ് ഫ്ലോ കുട്ടിയുടെ ഒരു നടക്കുന്നത്. അപ്പം ഈ ഫൊറാമൻസ് ഒക്കെ പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിലാണ് നമ്മൾ ഈ പറയുന്ന ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി കുട്ടിയുടെ ബർത്ത് നടക്കുന്ന സമയത്ത് ഈ സെപ്റ്റം സെക്കൻഡും സെപ്റ്റം പ്രൈമും കൂടെ പരസ്പരം സ്ലാപ്പ് ചെയ്ത് അപ്പുറത്തെയും ഇപ്പുറത്തെയും പ്രഷർ ഡിഫറൻസ് കാരണം ക്ലോസ് ആവാറാണ് പതിവ്. ഫ്യൂസ് ചെയ്യും. ഓക്കെ, ഇത് ഫ്യൂസ് ചെയ്യാത്തത് കാരണം ഇതിങ്ങനെ പെർസിസ്റ്റ് ചെയ്തിട്ട് എന്താണ് ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷണ്ടാവും. ഓക്കെ, ഷണ്ടിങ് എവിടെയാടാ പറയണ്ടേ? ഇപ്പൊ പറഞ്ഞു പോയെങ്കിൽ നമുക്ക് അറ്റ് ബർത്ത് ടൈമില് സെപ്റ്റം സെക്കൻഡും സെപ്റ്റം പ്രൈമും, ഓക്കെ, സെപ്റ്റം സെക്കൻഡും സെപ്റ്റം പ്രൈമും പരസ്പരം ഫ്യൂസ് ചെയ്യും, സ്ലാപ്പ് ഷട്ട് ചെയ്യുക, എന്നുവെച്ചാൽ അടഞ്ഞു പോവും, ക്ലോസ് ആവും, ഫ്യൂസ് ആയി പോവും. ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ചേംബറിലും വരുന്ന പ്രഷർ ഡിഫറൻസ്, നമ്മുടെ ലങ്സ് ഫങ്ഷൻ ആവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അപ്പുറവും ഇപ്പുറവും വരുന്ന ചേംബേഴ്സിൽ വരുന്ന പ്രഷർ ഡിഫറൻസ് കാരണമാണ് ഇവർ ഷട്ട് ഡൗൺ ആവുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഷട്ട് ഡൗൺ ചെയ്യാത്തപ്പം അത് ചെയ്യാതെ ഈ ഡിഫക്റ്റുകൾ പെർസിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് വരുന്നത്. നമ്മൾ വിചാരിക്കും ഫൊറാമൻ ഒവയിൽ മാത്രമാണ് ഡിഫക്റ്റ്. ഫൊറാമൻ ഒവയിൽ ആ ഒരു നമ്മുടെ സെപ്റ്റം സെക്കൻഡത്തിൽ വരുന്ന ഡിഫക്റ്റ് മാത്രമല്ല, നമ്മുടെ ഈ ഫസ്റ്റ് വന്ന സെപ്റ്റം ഉണ്ടല്ലോ, സെപ്റ്റം പ്രൈമത്തിൽ വന്ന ഡിഫക്റ്റ്, അതും ഒരു ഡിഫക്റ്റ് ആണ്. അതും ഈ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്ന ഡിഫക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ഈ രണ്ട് ഡിഫക്റ്റുകൾ അല്ലാതെ വേറെ ഡിഫക്റ്റുകളും നമുക്ക് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ ഈ ഡിഫക്റ്റുകൾ തന്നെ 4 അതിന്റെ മുമ്പ് ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ASD is atrial septum that allows pulmonary venous return to pass from the left to right atrium. ലെഫ്റ്റ് ഏട്രിയത്തിലാണല്ലോ പ്രഷർ കൂടുതൽ. അപ്പം കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഏട്രിയത്തിലെ പ്രഷർ കൂടുതലായിരിക്കും. അപ്പൊ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് പമ്പ് ചെയ്യും, ഷണ്ട് ചെയ്യും, ലെഫ്റ്റ് റൈറ്റ്. അപ്പം അങ്ങനെ റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കുലർ ചേമ്പറും ഡയലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മെയിൻലി 4 ടൈപ്പ് ഉണ്ട്. 4 ഡിഫക്ട്സ് ആണ് മെയിൻലി ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിൽ കാണുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒന്നാവാം കുട്ടിക്ക് വരുന്നത്. അപ്പം ഒന്ന് ഓസ്റ്റിയം സെക്കൻഡം, നമ്മൾ പറഞ്ഞല്ലോ. ഓസ്റ്റിയം സെക്കൻഡം എന്ന് പറയുന്നത് സെപ്റ്റം പ്രൈമത്തിനകത്ത് രണ്ടാമത് വരുന്ന ഡിഫക്റ്റ് ആണ്. താഴ്ഭാഗത്തായിട്ട് താഴെ ഒരു ഡിഫക്റ്റ് ആദ്യം വന്നു കഴിഞ്ഞ് പിന്നെ മേളിൽ ഡിഫക്റ്റ് വരും നമ്മൾ പറഞ്ഞില്ലേ. അപ്പം ഓസ്റ്റിയം സെക്കൻഡം എന്ന് പറയുന്നത് അതാണ്, സെപ്റ്റം പ്രൈമത്തിൽ വരുന്ന ഡിഫക്റ്റ് ആണ്. അപ്പൊ ഡിഫക്ട് ലൊക്കേറ്റഡ് ഇൻ ദ ഏരിയ ഓഫ് ഫോസ ഓവാലിസ് ആൻഡ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ASD ആണ് ഇത്. ഓക്കെ, ഓസ്റ്റിയം സെക്കൻഡം. ഓക്കെ, അത് ഒന്ന്. പിന്നെ ഇതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പം സെക്കൻഡം ASDs ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പൾമണറി വീനസ് റിട്ടേണും മിട്രൽ വാൽവ് പ്രൊലാപ്സ് ഒക്കെ അസോസിയേറ്റഡ് ആയിരിക്കും. പിന്നെ ഓസ്റ്റിയം പ്രൈമം ആദ്യം വരുന്ന ഹോൾ ഉണ്ടല്ലോ, അത് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു 15% ആണ് ലൊക്കേറ്റഡ് ഇൻ ദ ലോവർ പാർട്ട് ഓഫ് ദി ഇന്റർലേറ്ററിയൽ സെപ്റ്റം. ഇത് ലോവർ പാർട്ടിലാണ്. കോമൺലി എൻഡോകാർഡിയൽ ഹലോ കേൾക്കുന്നില്ലേ? ഹലോ പോയോ? മൂന്നാമത്തെ പറയുന്നത് സൈനസ് വീനസ് ഡിഫക്റ്റ്, വീനോസസ് ഡിഫക്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ജംഗ്ഷൻ ഓഫ് സുപ്പീരിയർ വീനക്കാവയും ലെഫ്റ്റ് ഏട്രിയത്തുമായിട്ടുള്ള ജംഗ്ഷനിൽ വരുന്ന ഒരു ഡിഫക്റ്റിനെയാണ് സൈനസ് വീനോസസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കൊറോണറി സൈനസ് ഡിഫക്റ്റ് ആണ്. ഓക്കെ, കൊറോണറി സൈനസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കൊറോണറി സൈനസും ലെഫ്റ്റ് ഏട്രിയവും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു. ഓക്കെ, ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ
അപ്പം ഇതൊരു റയറസ്റ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം നമ്മുടെ ലെഫ്റ്റ് ഏട്രിയവും പിന്നെന്താ കൊറോണറി സൈനസും കൂടെ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഇതെല്ലാം ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റിൽ വരുന്നതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? 4 ടൈപ്പ് പറഞ്ഞു. ഒന്ന് ഓസ്റ്റിയം സെക്കൻഡം കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റ്. ഓക്കെ, അതെന്ന് പറയുന്നത് നമ്മുടെ ഫോസ ഓവാലിസ് എന്ന് വെച്ചാൽ ഫോറാമൻ ഓവയിലിന്റെ ഏരിയയിൽ വരുന്ന ഡിഫക്റ്റ് ആണ്. ഓക്കെ, അതാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട്. സെക്കൻഡം ഏജി ആണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ വരുന്നത് പ്രൈമം. അപ്പൊ മോസ്റ്റിയം പ്രൈമത്തിന്റെ ഡിഫക്റ്റ് വരാം. അതെന്ന് പറയുന്നത് ലോവർ പാർട്ട് ഓഫ് ഇന്റർഏട്രിയൽ സെപ്റ്റം ആണ്. പിന്നതെന്ന് പറയുന്നത് സൈനസ് വീനോസിസ്. ഇതെന്ന് പറയുന്നത് സുപ്പീരിയർ വീനക്കാവയും ലെഫ്റ്റ് ഏട്രിയോ ആയിട്ട്. അടുത്തത് എന്താ കൊറോണറി സൈനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊറോണറി സൈനസും ലെഫ്റ്റ് ഏട്രിയും കൂടെ വരുന്ന ഒരു ഡിഫക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബ്ലഡ് ഉണ്ടല്ലോ, ഈ പറഞ്ഞല്ലോ കൂടുതലായിട്ടും ഷണ്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. കാരണം ഇത് ലെഫ്റ്റ് സൈഡിലായിരിക്കും പ്രഷർ കൂടുതൽ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിൽ റൈറ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് വരും. അപ്പം ഇതുകൊണ്ടാണ് ഇതിനെ അസൈനോട്ടിക് ഹാർട്ട് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. കാരണം ഇതിൽ വരുന്ന ബ്ലഡ് എന്ന് പറയുന്നത് അസൈനോട്ടിക് എന്ന് വെച്ചാൽ നോട്ട് ബ്ലൂ. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് റൈറ്റ് സൈഡിലത്തെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുന്ന ലങ്സിൽ നിന്ന് വരുന്ന ബ്ലഡ് ആണ്. അത് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആണ്. ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് വരികയാണ്. അത് വീണ്ടും റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോയി വീണ്ടും പൾമിനറി വെസൽസ് വഴി ലങ്സിലോട്ട് പോയി ഒരു എക്സ്ട്രാ ട്രിപ്പും കൂടെ അവർ ലങ്സിലോട്ട് എടുക്കുകയാണ്. എന്നിട്ട് അത് വീണ്ടും ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിൾ ടു ദ ബോഡി. അപ്പം ഇവിടെ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിന്റെ കാര്യം വരുന്നില്ല. അതുകൊണ്ട് ഒരു സൈനോസിന്റെ കാര്യവും ഇവിടെ വരുന്നില്ല. ഓക്കെ, ഇത് എന്താ പറയാ കൂടുതലായിട്ടും ഇത് അസിംറ്റമാറ്റിക് ആയിരിക്കും. കാരണം ചെറിയ ഡിഫക്റ്റ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ബിലോ 8 mm ഡിഫക്റ്റ് ഒക്കെ ആണെങ്കിൽ, നെഗ്ലിജിബിൾ ഡിഫക്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അസിംറ്റമാറ്റിക് ആയിരിക്കും ജനിക്കുന്ന സമയത്ത്. അപ്പം ചിലതിന് ട്രീറ്റ്മെന്റ് ആവശ്യമൊന്നും വരത്തില്ല. പക്ഷെ ഷണ്ടിങ്ങും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഷണ്ടിങ്ങും സ്മോൾ ആയിരിക്കും. ഇനി ഹോള് വലുതാവുകയാണെങ്കിൽ ഹോളിന്റെ സൈസ് അനുസരിച്ചിട്ട് ഷണ്ടിങ്ങും കൂടും. ഓക്കെ, ഷണ്ടിങ് കൂടുമ്പോൾ നമുക്ക് ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് അതിൽ കാര്യങ്ങളൊക്കെ കാണിക്കും. എന്ന് വെച്ചാൽ ലെഫ്റ്റ് റൈറ്റ് ഷണ്ട് മെയിൻലി അത് റൈറ്റ് സൈഡിൽ ഓവർലോഡ് ഉണ്ടാക്കും. ലെഫ്റ്റിൽ നിന്ന് ഒരുപാട് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലോട്ട് വരികയാണ്. അപ്പം റൈറ്റ് സൈഡിൽ ഓവർലോഡ് ഉണ്ടാവും. ഓക്കെ, അവിടെ അപ്പം റൈറ്റ് സൈഡിലെ റൈറ്റ് ഏട്രിയത്തിലും റൈറ്റ് വെൻട്രിക്കിളിലും എൻലാർജ്മെന്റ് ഉണ്ടാവും. ഓക്കെ, ഇതേപോലെ തന്നെ അവിടെ നിന്ന് പോകുന്ന പൾമിനറി വെസൽസും ഓവർലോഡഡ് ആവും. ഓക്കെ, നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്ക് ഒരുപാട് ബ്ലഡ് വന്നു. അത് റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. അത് പൾമിനറി വെസൽസിലോട്ട് പോകുന്നു. അവിടെയും ഓവർലോഡ് ആവുന്നു. ഓക്കെ, ഇത് കാരണം പൾമിനറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നു. ഓക്കെ, ഇതാണ് ഇപ്പം ഒരു ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ആണ് ഈ കാണുന്നത്. ലെഫ്റ്റ് നിന്നും റൈറ്റിലോട്ട് ബ്ലഡ് പോകുന്നു. അത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഓക്കെ, ഇതിങ്ങനെ പോയി അവിടെ എൻലാർജ്മെന്റ് ഉണ്ടാവുന്നു. റൈറ്റ് ഏട്രിയത്തിലും റൈറ്റ് വെൻട്രിക്കിളിലും പൾമിനറി വെസൽസിലും എൻലാർജ്മെന്റ് ഉണ്ടാവുന്നു. ലീഡ്സ് ടു പൾമിനറി ഹൈപ്പർ ടെൻഷൻ, പൾമിനറി ഏട്രിയൽ ഹൈപ്പർ ടെൻഷൻ അത് കാരണമാവുന്നു. ഓക്കെ, പിന്നെ ഓക്കെ ഇനിയിപ്പം അതെത്രയായി അതിന്റെ പത്തോഫിസിയോളജി അനാട്ടമി ഒക്കെ. ഇനി നമുക്ക് ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സിലോട്ട് പോവാം. ഓക്കെ, ഇതിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും മെയിൻലി ഇത് ചെറിയ ഹോൾ ആണെങ്കിൽ കൂടുതലായിട്ടും ഇത് അസിംറ്റമാറ്റിക് ആയിരിക്കും. ഓക്കെ, മെയിൻലി ചെറിയ ഹോളുകളൊക്കെ ആയിരിക്കും. അപ്പം ഇത് അസിംറ്റമാറ്റിക് ആയിരിക്കും. less than 8 mm ഒക്കെ ആകുമ്പോൾ അസിംറ്റമാറ്റിക് ആയിരിക്കും. 1
പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് എക്സേർഷണൽ ഡിസ്നിയ. കുട്ടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് കരയുകയോ അല്ലെങ്കിൽ ഫീഡിങ് ടൈമിലൊക്കെ ഡിസ്നിയ കാണിക്കും. എക്സേർഷണൽ ഡിസ്നിയ ഒരു പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലേ എന്തായാലും എല്ലായിടത്തും എത്തുന്നത്, പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ എക്സേർഷണൽ ഡിസ്നിയ അല്ലെങ്കിൽ ഫറ്റീഗ് ആവുന്നത് എന്ന് ചോദിക്കാം. അതെന്ന് പറയുമ്പോൾ എക്സേർഷണൽ ഡിസ്നിയ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ വോളിയം ഓവർലോഡ് ആവണമെന്ന്. ഓക്കെ, ഓവർലോഡ് ആവുന്നു, റൈറ്റ് വെൻട്രിക്കിളിലൊക്കെ വോളിയം ഓവർലോഡ് ആവുന്നു. അങ്ങനെ ഇവിടെ ഇത് കാരണം പൾമിനറി ഓവർലോഡ് വരുന്നത് നമ്മൾ കണ്ടു. ഓക്കെ, പൾമിനറി ഓവർലോഡ് ആവുന്നു. ഇത് കാരണം ഇൻഡസ്ട്രീഷ്യൽ എഡിമ വരുന്നു. ഇൻഡസ്ട്രീഷ്യൽ എഡിമ വരുന്നു. ഓക്കെ, അങ്ങനെയാണ് എക്സേർഷണൽ ഡിസ്നിയ വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഫ്ലൂയിഡ് വന്ന് കിടക്കുന്നത് കാരണം റിക്കറന്റ് റിക്കറന്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസും വരും. ഓക്കെ, പിന്നെ പേഷ്യന്റ് ഫറ്റീഗ് ആവാം. പിന്നെ ഡിസ്നിയ കാണിക്കാം. ഫറ്റീഗ്, ഡിസ്നിയ, പിന്നെ പാൽപിറ്റേഷൻ. ഓക്കെ ഓക്കെ, അപ്പം ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അസിംറ്റമാറ്റിക് ആയിരിക്കാം. അസിംറ്റമാറ്റിക് ആവാനുള്ള കാരണം ചെറിയ ഹോൾ ആണെങ്കിൽ മിക്കവാറും പേഷ്യന്റ് അസിംറ്റമാറ്റിക് ആയിരിക്കും. സിംറ്റംസ് കാണിക്കുന്ന ഒരു സെക്കൻഡ് തേർഡ് ഡിക്കേഡ് ഒക്കെ ആകുമ്പോഴേ നല്ല ക്ലിനിക്കലി സിഗ്നിഫിക്കൻ്റ് ആയ സിംറ്റംസ് ഒക്കെ കുട്ടി കാണിക്കത്തുള്ളൂ. പിന്നെ എക്സേർഷണൽ ഡിസ്നിയ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഓവർലോഡ്. അപ്പം റൈറ്റ് വെൻട്രിക്കിളൊക്കെ ഫ്ലൂയിഡ് ഓവർലോഡ് ചെയ്ത് പൾമിനറി ഓവർലോഡ് ആവാം. അങ്ങനെ ഇൻഡസ്ട്രീഷ്യൽ എഡിമ വരാം. അങ്ങനെയാണ് എക്സേർഷണൽ ഡിസ്നിയ ഉണ്ടാവുന്നത്. പിന്നെ ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു റിക്കറന്റ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ്. കുട്ടി ഫറ്റീഗ് ആവാം, പാൽപിറ്റേഷൻസ് ആണ്. ഇനി സൈൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും വൺ ഇസ് ലെഫ്റ്റ് പാരാസ്റ്റേണൽ ഹീവ്. നമ്മൾ പാരാസ്റ്റേണൽ ഹീവ് എങ്ങനെയാ നോക്കുന്നത്? നമ്മുടെ അൾനാർ ബോർഡർ വെച്ചിട്ട് നമ്മൾ നമ്മുടെ പാരാസ്റ്റേണൽ ഹീവ് നോക്കും. അപ്പം ഇത് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ലെഫ്റ്റ് പാരാസ്റ്റേണൽ ഹീവ് ആണ് കിട്ടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡില് നമ്മൾ പറഞ്ഞല്ലോ ഓവർലോഡ് കാരണം ഹൈപ്പർട്രോഫി ഉണ്ടാവും, എൻലാർജ്മെന്റ് ഉണ്ടാവും. റൈറ്റ് ഏട്രിയും റൈറ്റ് വെൻട്രിക്കിളിന്റെയും ഒക്കെ എൻലാർജ്മെന്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ അൾനാർ ബോർഡർ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും വി ക്യാൻ ഫീൽ ദ പാൽപേഷൻ. ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ലെഫ്റ്റ് പാരാസ്റ്റേണലില് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഈ എൻലാർജ്മെന്റ് കാരണം. ഓക്കെ, മനസ്സിലായോ? ഹലോ 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 എന്തേലും മനസ്സിലാവാത്തുണ്ടോ? ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് wide and fixed splitting of S2 എന്നാണ്. wide and fixed splitting of S2. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമുക്ക് നോർമൽ ആയിട്ട് നമ്മുടെ S1 സൗണ്ടുകളില്ലേ, S1ന്റെ കാരണം എന്ന് പറയുന്നത് കാണാം. S2 എപ്പിക് വാൽവും പിന്നെ പൾമിനറി വാൽവും കൂടെ ക്ലോസ് ചെയ്യുന്നത് കാരണമാണ് നമുക്ക് S2 സൗണ്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ലപ് ഡപ് സൗണ്ട് കിട്ടുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഇനി ഓക്കെ ഓക്കെ അപ്പം ഇതെന്ന് പറയുമ്പം നമുക്കിപ്പം എക്സ്പിറേഷൻ സമയം ഓക്കെ നമ്മുടെ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ പോയോ? S1 എന്ന് പറയുന്ന മിഡ്രൽ ആൻഡ് ട്രൈക്കാസ്പിഡ് കാരണം S2 കാരണം. ഓക്കെ, നമുക്ക് നോർമൽ നടക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എക്സ്പിറേഷൻ സമയത്ത്
ഇപ്പോഴത്തേക്കിനും S1 S2 ഓക്കെ S1 S2 ഒറ്റ സൗണ്ട് ആയിട്ടാണ് നമുക്ക് കേൾക്കുന്നത് ലപ് ഡപ് ഓക്കെ. അതേസമയം നമ്മൾ ഇൻസ്പിറേഷൻ ടൈമിലോട്ട് പോകുമ്പോഴത്തേക്കിനും നമുക്ക് S1 ലപ് പിന്നെ S2 എന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ വൈഡ് ഉണ്ടാവും ലപ് ഡ്രപ്പ് എന്നുള്ള രീതിയിലാണ് ഇൻസ്പിറേഷൻ സമയത്ത് കേൾക്കുന്നത്. ഇത് നോർമൽ ഫിസിയോളജിക്കൽ സ്പ്ലിറ്റിംഗ് ആണ്. ഈ ഒരു വൈഡൻ ആവുന്ന ഇൻസ്പിറേഷൻ സമയത്ത് S2 വൈഡൻ ആവുന്നത് നോർമൽ ആണ്. ഓക്കെ. എക്സ്പിറേഷൻ സമയത്ത് ലപ് ഡപ്, ഇൻസ്പിറേഷൻ സമയത്ത് ലപ് ഡ്രപ്പ് എന്നൊരു രീതിയിൽ ഇച്ചിരി വൈഡൻ ആവും. എന്ന് വെച്ചാൽ രണ്ട് സൗണ്ട് ആയിട്ട് നമുക്ക് വൃത്തിക്ക് കേൾക്കാൻ പറ്റും A2 P2. ഓക്കെ. ഇത് നോർമൽ ആൻഡ് ഫിസിയോളജിക്കൽ ആണ്. ഓക്കെ. ഇനി എന്ന് പറയുമ്പോൾ ഈ ഒരു ഏജ്ഡ് ഉള്ള പേഷ്യൻസിന്റെ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡ് ആൻഡ് ഫിക്സ്ഡ് ആണ്. അവർക്ക് ഇൻസ്പിറേഷൻ സമയത്തും S1 ലപ്, S2 എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ലപ് ഡ്രപ്പ് തന്നെ വൈഡൻഡ് ആയിട്ട് തന്നെ A2 P2 വൈഡൻഡ് ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ. നമുക്ക് ഇവിടെ കിട്ടത്തില്ലേ, ഇവിടെ നോർമൽ ആയിട്ട് ഫിസിയോളജിക്കലി നമ്മൾ കേൾക്കത്തില്ലേ ലപ് ഡ്രപ്പ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്പിറേഷൻ സമയത്ത് കേൾക്കത്തില്ലേ രണ്ട് സൗണ്ട് ആയിട്ട് തന്നെ കേൾക്കത്തില്ലേ, അത് ഇവിടെ നമുക്ക് എക്സ്പിറേഷനിലും കേൾക്കാൻ പറ്റും. ഓക്കെ. ഇവിടെ വേരിയിങ് ആണ് എന്ന് വെച്ചാൽ എക്സ്പിറേഷനിൽ ഒരു സൗണ്ടും ഇൻസ്പിറേഷനിൽ വേറൊരു സൗണ്ടും നോർമൽ ആയിട്ട് കേൾക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ S1 വീണ്ടും അതേപോലെ ലപ് ഡ്രപ്പ് തന്നെ കേൾക്കും. ഇൻസ്പിറേഷനിലും ഫിക്സ്ഡ് ആണ്, വേരിയിങ് അല്ല. ഇവിടെ വേരിയിങ് ആണ്. ഓക്കെ. എന്നുവെച്ചാൽ എക്സ്പിറേഷനിൽ ഒന്ന് ഇൻസ്പിറേഷനിൽ വേറൊന്ന്, അങ്ങനെയല്ലേ നമുക്ക് നോർമലി കേൾക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. എക്സ്പിറേഷനിലും ഇൻസ്പിറേഷനിലും ഫിക്സ്ഡ് ആണ്, വൈഡും ആണ് ഫിക്സ്ഡും ആണ്. ലപ് ഡ്രപ്പ് തന്നെയാണ് കേൾക്കുന്നത്. ഞാനേ ഒരു ലിങ്ക് ഇട്ട് തരാം, ഒരു 10 സെക്കൻഡ്സ് ഹാർട്ട് ഒരു ഇതുണ്ട് മറുപടി കേൾക്കുന്നത് ആയിട്ട്, അപ്പൊ മനസ്സിലാവും. ലപ് ഡ്രപ്പ് തന്നെയാണ് കേൾക്കുന്നത്. അല്ലാണ്ട് മറ്റേത് നോർമൽ ലപ് ഡപ് എന്നാണ്. ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ വെച്ചിട്ട് മാറിപ്പോവും, വേരി ചെയ്യും. ഇവിടെ വൈഡ് ആവും. രണ്ട് സൗണ്ടും നമുക്ക് A2 P2 കൃത്യമായിട്ട് കേൾക്കാനും പറ്റും. അതേപോലെ തന്നെ ഇൻസ്പിറേഷനിലും എക്സ്പിറേഷനിലും സെയിം തന്നെയായിരിക്കും. അതാണ് ഈ വൈഡ് ആൻഡ് ഫിക്സ്ഡ് സ്പ്ലിറ്റിംഗ് ഓഫ് S2 എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി ഇതിന്റെ കാരണം നമുക്ക് പിന്നെ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, നമ്മള് അയോട്ടിക് വാൽവ് ക്ലോസ് ചെയ്യാനും പൾമിനറി വാൽവ് ക്ലോസ് ചെയ്യാനും എടുക്കുന്ന സമയം ഇതാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓവർലോഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, റൈറ്റ് സൈഡിൽ ഓവർലോഡ് ഉണ്ട്. അപ്പം അത്രയും ബ്ലഡിനെയും പൾമിനറി വഴി കടത്തിവിടണ്ടേ. അപ്പം അയോട്ടിക് വാൽവ് ക്ലോസ് ചെയ്യുന്ന സമയം നമുക്ക് ഇതുണ്ട്, പക്ഷെ അതിന് കൂടുതൽ സമയം പൾമിനറി വാൽവ് ക്ലോസ് ചെയ്യാൻ വേണ്ടി എടുക്കും. കാരണം അത്രയും ബ്ലഡിനെയും കൂടെ അതിന് കടത്തിവിടാനുണ്ട്. ഓക്കെ. അപ്പൊ അത്രയും ബ്ലഡ് അതുകൊണ്ടാണ് കേക്കുന്നില്ലേ? എന്തെങ്കിലും മിസ്സായോ? ഹലോ. ഓക്കെ. അപ്പം അതുകൊണ്ടാണ് ഇത് ഇത്രയും വൈഡ് ആവുന്നത്, ഇൻസ്പിറേഷൻ ആണെങ്കിലും എക്സ്പിറേഷൻ ആണെങ്കിലും. ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്ന മൂന്നാമത്തെ കാര്യം ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ. ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ. ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ്, നോർമൽ ആയിട്ട് ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ എന്ന് പറയുമ്പോൾ നോർമൽ നമുക്ക് എക്സ്ട്രാ വോളിയം ഓഫ് ബ്ലഡ് ആണ് ഇപ്പം റൈറ്റ് വെൻട്രിക്കിലോട്ട് പോകുന്നത്. പൾമിനറി വാൽവ് എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ അബ്നോർമൽ എമൗണ്ട് ഓഫ് ബ്ലഡ് ത്രൂ നോർമൽ വാൽവ്. ഓക്കെ. അപ്പം abnormal amount of blood, turbulence created by abnormal amount of blood through a normal valve, അല്ലെങ്കിൽ normal turbulence created by a normal amount of blood through a abnormal valve. Okay.
ഇതാണ് മർമറിന്റെ കാരണം എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവം? ഇവിടെ നമുക്ക് എക്സ്ട്രാ എമൗണ്ട് ഓഫ് ബ്ലഡ് ഉണ്ട്, എന്ന് വെച്ചാൽ അബ്നോർമൽ എമൗണ്ട് ഓഫ് ബ്ലഡ് ഉണ്ട്. അത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള പൾമണറി വാൽവ് വഴി പോകുന്നു. അത് കാരണം ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ. അപ്പം നമ്മുടെ വെൻട്രിക്കിളില് ഇത് എപ്പോഴാണ് എന്താണ് വെൻട്രിക്കിള് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണല്ലോ നമ്മുടെ പൾമണറി വെസലിലൂടെ ബ്ലഡ് പോകുന്നത്. അപ്പം സിസ്റ്റോൾ ടൈം ആണ്. അപ്പം ഇതൊരു സിസ്റ്റോളിക് മർമർ ആണ്. ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ. ഓക്കെ. നമ്മൾക്ക് ഈ മർമർ കേൾക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എക്സ്ട്രാ വോള്യൂം ഓഫ് ദ ബ്ലഡ് എന്താണ് പൾമണറി വെസൽ വഴി പോകുന്നു, പൾമണറി വാൽവ് വഴി കടന്നു പോകുന്നു. അത് കാരണം ക്രിയേറ്റ് ചെയ്യുന്ന ടർബുലൻസ് ആണ് ഈ മർമർ. അതുകൊണ്ട് ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ. മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ. ഇത് നമ്മൾ 3 കാര്യങ്ങളാണ് സയൻസിൽ പറയുന്നത്. 1 ലെഫ്റ്റ് പാരാസ്റ്റേണൽ ഹീവ്, 2 വൈഡ് ആൻഡ് ഫിക്സഡ് സ്പ്ലിറ്റിംഗ് ഓഫ് S2, 3 ഇജക്ഷൻ സിസ്റ്റോളിക് മർമർ. ഓക്കെ ഓക്കെ ആണല്ലോ? ഇനി അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ. അപ്പം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ECG ചെയ്യും. ECGക്കകത്ത് ആഡ് ചെയ്തില്ലായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ എവിടെയോ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് 2 ECG കാണിച്ചായിരുന്നു. എന്താടാ സ്റ്റാർട്ടിങ്ങിൽ നീ എന്തോ ECG കാണിച്ചായിരുന്നു? അയ്യോ ലൂസ്. ആ ഓക്കേടാ, താങ്ക്സ് ഡാ. ഓക്കെ. അപ്പം ECG എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് ECGക്കകത്ത് എന്തൊക്കെ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ടെക്സ്റ്റിൽ പറയുന്ന ഒരു കാര്യമാണ് 90% ഓഫ് ഈ പറഞ്ഞ 90% വെയിറ്റ് എവിടെ ECG എടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലായിരുന്നു 2 ടൈപ്പ് ഉണ്ടെന്ന് ഡിഫക്റ്റ് വരാം. ഒന്ന് ഓസ്റ്റിയം സെക്കൻഡം കാരണം വരാം, അല്ലെങ്കിൽ ഓസ്റ്റിയം പ്രൈമം കാരണം വരാം. ഈ ഓസ്റ്റിയം സെക്കൻഡം ആണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞില്ലേ? ഓക്കെ. അപ്പം ഓസ്റ്റിയം സെക്കൻഡത്തിന്റെ ECG എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ കാണിക്കുന്നത് റൈറ്റ് ആക്സിയൽ ഡീവിയേഷൻ ആണ്. ഓക്കെ. റൈറ്റ് ആക്സിയൽ ഡീവിയേഷൻ നമ്മൾ എങ്ങനെയാ നോക്കുന്നത്? ആക്സിയൽ ഡീവിയേഷൻ നമ്മൾ നോക്കുന്നത് എങ്ങനെയാ? ലീഡ് 1ഉം പിന്നെ AVF-ഉം. ഓർമ്മയുണ്ടോ? സാധ്യത ക്വസ്റ്റ്യൻ ചോദിക്കടാ. നീ പറഞ്ഞോ? നിനക്ക് ഓർമ്മയില്ലേ? അല്ല, നീ പറഞ്ഞോ. അപ്പം ലീഡ് 1ഉം ഇതിപ്പം കാണിച്ചേക്കുന്നത് ഏത് ആക്സിയൽ ഡീവിയേഷൻ ആണെന്ന് പറയാവോ? ഈ അയ്യോ സോറിടാ, ഞാൻ ലൂസ് ആണോ പഠിച്ചു? എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നു? ഇതിലിപ്പം ലീഡ് 1ഉം AVF-ഉം കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് ആക്സിയൽ ഡീവിയേഷനാ കാണിച്ചിരിക്കുന്നത്? ഹലോ അല്ല റൈറ്റ് ആക്സിസ്. അല്ല, എനിക്ക് അറിഞ്ഞൂടാ. ലീഡ് 1 പോസിറ്റീവും AVF നെഗറ്റീവും. ലീഡ് 1 പോസിറ്റീവ്, AVF നെഗറ്റീവ്. ലെഫ്റ്റ് ആക്സിസ്. ഓക്കേ. ലെഫ്റ്റ് ആണ്. ഞാൻ സാധനം ഉറപ്പിക്കുക. പോസിറ്റീവ് നെഗറ്റീവ് ലെഫ്റ്റ് ആക്സിയൽ ഡീവിയേഷൻ. പിന്നെ റൈറ്റ് ആക്സിയൽ ഡീവിയേഷൻ 1 നെഗറ്റീവും AVF പോസിറ്റീവ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ കണ്ടത് റൈറ്റ് ആക്സിസ് ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ. ഇത് ലെഫ്റ്റ് ആക്സിസ്. ഇത് ലെഫ്റ്റ് ആക്സിസ്. ഇത് ലെഫ്റ്റ്.
ഇത് ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ. അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഓസ്റ്റിയം സെക്കൻഡും ഓസ്റ്റിയം പ്രൈമും ഉണ്ട്. ഓസ്റ്റിയം സെക്കൻഡും ഏറ്റവും മോസ്റ്റ് കോമൺ ഓസ്റ്റിയം സെക്കൻഡ് ആണ്. ഓസ്റ്റിയം സെക്കൻഡിന്റെ അകത്ത് കാണിക്കുന്നതെന്ന് പറയുന്നത് റൈറ്റ് ആക്സിയൽ ഡീവിയേഷൻ ആണ്. ഓക്കെ, റൈറ്റ് ആക്സിയൽ ഡിവിഷൻ. ഞാൻ ഈ ആക്സിയൽ ഡിവിഷൻ ഓർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സൈനസ്, നമ്മുടെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്ന സൈനസ് അത് സെന്ററിൽ ഇരിക്കുന്നു. അതിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഇമ്പൾസ് വരിക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് മസിൽ മാസ് ഉള്ള ഏരിയയിലേക്കായിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു സൈഡിലോട്ടുള്ള ഡീവിയേഷൻ. അപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ഏജില് ഈ ഒരു ഓസ്റ്റിയം സെക്കൻഡിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ മസിൽ മാസ് ഏത് ഭാഗത്തായിട്ടായിരിക്കും വരുന്നത്? ഹലോ, മസിൽ ഹൈപ്പർട്രോഫി ഏത് ഭാഗത്താ? റൈറ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ. അപ്പം റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ. ഓക്കെ, അപ്പം ഓസ്റ്റിയം സെക്കൻഡിന്റെ ഇസിജിയില് റൈറ്റ് ആക്സിസ് ഡീവിയേഷനും റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ V1 ഉണ്ടല്ലോ, ഇസിജിയില് V1 ഉണ്ടല്ലോ, V1 എന്ന് പറയുന്നുണ്ട്. അതിന് ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അപ്പം ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന V1 ആണ്, ലീഡ് V1 ആണ് ഈ കാണുന്നത്. അതിന്റെ QRS കോംപ്ലക്സ് കണ്ടോ? ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതില് ഒരു സ്മോൾ ആർ വേവ് ഉണ്ട്. ഓക്കെ, സ്മോൾ ആർ വേവ്, ഒരു ചെറിയ എസ് വേവ് താഴോട്ട്, സ്മോൾ ആർ വേവ്, പിന്നെ ഒരു ചെറിയ എസ് വേവ് താഴോട്ട്, പിന്നെ ഒരു വലിയ ആർ വേവ്. RSR കോംപ്ലക്സ് ആണ് ഇവിടെ കാണിക്കുന്നത്, ലീഡ് V1ന്റെ അകത്ത് കാണിക്കുന്നത്. ഓക്കെ, ഇത് 90% ഓഫ് ASDക്കകത്തുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. 90% പേഷ്യൻസ് കാണിക്കുന്ന ഒരു ഫീച്ചർ ആണ് ലീഡ് V1ന്റെ അകത്തുള്ള ഈ സ്മോൾ ആർ സ്മോൾ എസ് ക്യാപിറ്റൽ ആർ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെയാണ് ഓസ്റ്റിയം സെക്കൻഡിന്റെ അകത്ത് പഠിച്ചത്? റൈറ്റ് ആക്സിയൽ ഡീവിയേഷനും റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയും, പിന്നെ 90%ലും V1 ലീഡ് കാണിക്കുന്ന RSR കോൺഫിഗറേഷൻ. ഓക്കെ, പിന്നെ ഓസ്റ്റിയം പ്രൈമം ആണെങ്കിൽ അതിൽ കാണിക്കുന്നത് ലെഫ്റ്റ് ആക്സിയൽ ഡീവിയേഷൻ ആയിരിക്കും. ഓക്കെ, അതാണ് ഈ ECG കാണിക്കുന്നത്. ഇവിടെ AVF താഴോട്ടും ലീഡ് 1 മുകളിലോട്ടും ആയിരിക്കുന്നത്. അപ്പം ഇവിടെ കാണിക്കുന്നത് ലീഡ് 1 പോസിറ്റീവും AVF നെഗറ്റീവ് ആണ്. ഇവിടെ കാണിക്കുന്ന ലെഫ്റ്റ് ആക്സിയൽ ഡീവിയേഷൻ ആണ്. ഇത് ഓസ്റ്റിയം പ്രൈമം ആണ്. ഓക്കെ, എനിക്ക് മറ്റേ ECG കുറെ നോക്കിയിട്ട് കിട്ടിയില്ല. ഇനി അടുത്തതെന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് ചെസ്റ്റ് എക്സ്റേ ആണ്. ഓക്കെ, നമ്മള് ഓക്കെ.